ഓടിത്തളർന്ന് 108 ആംബുലൻസുകൾ. എന്താന്ന്? ആംബുലൻസ് ഒരു 108 തളർന്ന് കിടക്കണമെന്ന്. ആംബുലൻസ് സർവീസ് ഭീഷണി നിലവിൽ ഓടുന്ന ആംബുലൻസുകൾ ഭൂരിപക്ഷവും അടിയന്തര ആരോഗ്യ പ്രശ്നമാണ്. അതെ ക്ലീറ്റോ. അയ്യോ അയ്യോ, ഈ ചേട്ടൻ മരിച്ചോ? എബ്രഹാം ചേട്ടൻ നമ്മള് പാലായിലുള്ളതാ. ഓ അതെ, ഇന്നെങ്ങും പോകണ്ടല്ലോ. പാർട്ടി ഓഫീസിൽ പോകണം. എങ്ങനെ പോകുന്ന വെച്ചാൽ നടന്നു പോകും പാർട്ടി ഓഫീസിൽ. നടന്നു പോണ കാര്യമില്ല പറഞ്ഞത്. ഇന്ന് പാർട്ടി ഓഫീസിൽ പോകണ്ട. ആ മുറി വൃത്തിയാക്കാന്ന് ക്ലീറ്റോ പറഞ്ഞതാണോ എന്നോട്? നിങ്ങളുടെ കുറെ പാർട്ടിയുടെ ആവശ്യമുള്ളത് ഇല്ലാത്തതായിട്ടുള്ള കുറെ കടലാസും അതും ഇതൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് അത് മെനയാക്കിയില്ലെങ്കിൽ ഞാൻ അതെല്ലാം വാരിക്കൂട്ടിയിട്ട് കത്തിക്കും. എന്നിട്ട് ഇതെന്തെന്ന് എന്നോട് ചോദിക്കരുത്. അതാ ഞാൻ ഈ പറഞ്ഞേ. ചെയ്യുവോ? ചെയ്തോളാം. ആ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നീ വല്ലതും എടുത്ത് കളഞ്ഞാലോ? പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പാർട്ടി ഓഫീസിൽ പോയാൽ തന്നെ കൊച്ചു വരുമ്പോഴത്തേനും തിരിച്ചു വന്നോളണം. അതിനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അതിനാലും വിശന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ അമ്മാവൻ്റെ സ്ഥിരതാമസത്തിന് പോവുകയാണോ? ആണോ? വൃത്തിയാക്കണ്ടേ? അല്ല, നീ അമ്മാവൻ്റെ ഒരു വീട് വൃത്തിയാക്കലല്ലോ. അല്ലാതെ ആ പഞ്ചായത്ത് മുഴുവൻ ഉഴുന്ന് മറിക്കാനൊന്നും അല്ലല്ലോ പോകണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നാലും നിങ്ങൾ ഒരു മുറി വൃത്തിയാക്കി കഴിയില്ലല്ലോ. അപ്പൊ അതോ? ഇതിപ്പോ സംഭവം നിന്നെ അമ്മാവൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ എന്തിനാണെന്ന് എനിക്കറിയാം. അമ്മ മറ്റേ ക്ഷേത്ര ദർശനത്തിനൊക്കെ ടൂർ പോയൊക്കെയല്ലേ, അതിൽ ഇതിയാനെ കൂട്ടാതെ പോയതിന്റെ പരാതി പറയാനാണ് വിളിപ്പിച്ചേക്കണേ. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും എന്താ, ഞാൻ പോകട്ടെ. 9:15 ബസ്. ഓ മുടി എപ്പോഴും പറയും ഇത് അവിടെ എവിടെയും പോയി ചെയ്യണ്ടേ. ഈ ഭക്ഷണം കഴിക്കണ മേശയുടെ അടുത്ത് വന്നിട്ട് മുടി ചീകി ഇവിടെ ഇട്ട് ഭക്ഷണത്തിൽ ആ മുടിയായി. ഞാൻ പൊക്കോട്ടെ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നേരത്തെ കാലത്തേക്ക് പറഞ്ഞേ കേട്ടാ. പിന്നെ പൈസ ഉണ്ടോ? പൈസ ചുമ്മാ ചോദിച്ചതാ. ഉണ്ടാവില്ല എനിക്ക്. അവിടുന്ന് വരുമ്പോഴേ കപ്പ എടുത്തോണ്ടോ അമ്മാവൻ്റെ അവിടുന്ന്. കപ്പ ചക്ക കിട്ടോ? ചക്കയും കൂടാ. ഹലോ, എവിടാ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേടാ അമ്മാവന്റെ അടുത്തേ. എന്തിന്? കുന്താ അവിടെ വൃത്തിയാക്കാൻ പോവാന്ന് പറഞ്ഞില്ലേ? എന്തിന്? എനിക്ക് പറയാ ജോലിയില്ലേടി. എന്തിനാടാ പാവം, അതവിടെ ഒറ്റയ്ക്കല്ലേ. ഉള്ള പൊടിയെല്ലാം മണ്ടക്കാർ ഇവിടെ തുമ്മിച്ച് കിടക്കും. നോക്കിക്കോടാ, ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. വൃത്തിയാക്കി 2 ദിവസം കഴിഞ്ഞ് വന്നാൽ കാണിച്ചു തരാട്ടാ. അമ്മാവനെ മോനെ ഇന്ന് തെറ്റിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ വേറെ ആർക്കെങ്കിലും വെറുതെ പറയല്ലേ. അമ്മാവന് അത് മതി. ഇല്ല അവിടെ അവിടെ ഉണ്ട്. എന്താണ് നല്ല ഇന്ന് പണി കൊടുത്തിട്ടുണ്ട്. എന്ത് പണി? വീട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മുറിക്കകത്ത് നിറച്ചും പാർട്ടിയുടെ എന്താണ്ട് പേപ്പറും മറ്റേ ഫണ്ട് വിരിച്ചതിന്റെ കടലാസും ബക്കറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും. അവൻ ശരീരം അറിയും എന്തെങ്കിലും പണി ജമന്തി തക്കളിമോള് സ്കൂൾ വിട്ട് വരും. അപ്പൊ അവക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറന്നു പോകും ക്ലീറ്റോ. ഞാനും കൂടെ വരട്ടെ? എന്തിന്? ഇന്നലെ ഞാൻ അമ്മാവന്റെ വീട് വൃത്തിയാക്കാൻ പോകുന്നു പറഞ്ഞിട്ട് നീ വരാന്ന് പറഞ്ഞില്ലല്ലോ. മടി. സമയം എന്തേ 9:15 ബസ് കിട്ടോ? മറന്നുപോയി. ഓടിപ്പോ. 9:15 9:30 വന്നാ തിരിച്ചു കയറി വരണ്ട. എനിക്ക് പണിയാവും. നീ എന്താ പണെന്ന്? നീ എവിടെ പോണെന്ന് പറഞ്ഞു? എന്തിന്? അവളവിടെ ജോലി ചെയ്യാനാ പോണത്.
ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ട് ഇങ്ങനെ ഒരു കത്തെഴുതുന്നത്. അതിർത്തിയിൽ തോക്കിൻ കുഴലുകളേന്തി ശത്രുവിന് നേരെ പാഞ്ഞടിക്കുന്നവരാണ് ഞങ്ങൾ. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യമില്ലാത്തവരാണ് ഞങ്ങൾ. ആകെയുള്ള സമ്പാദ്യം മരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആദരവാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞാൻ മരിച്ചു പോയാലും രത്നമ്മയും എൻ്റെ മക്കളും നാളെ വഴിയാധാരമാകരുത്. എൻ്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നമ്മുടെ വീടിൻ്റെ ഒരു കോണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മാപ്പും ഞാൻ ഇതിൻ്റെ പുറകിൽ വരച്ചിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും യുദ്ധഭൂമിയിൽ വെച്ച് സംഭവിച്ചാൽ നിങ്ങൾ ഈ മാപ്പ് ഉപയോഗിച്ച് അതെടുക്കണം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കും. സൂര്യൻ കിഴക്കുതിച്ചു പടിഞ്ഞാറ് അസ്തമിക്കും. കിഴക്ക് പടിഞ്ഞാറ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. കന്നിമൂലയിൽ എവിടെയാണ് കന്നിമൂല? ചിങ്ങം കന്നിമാസം. കന്നിമാസത്തിൽ ഏതോ മൂലയിലുണ്ട്. കന്നിമാസം മൂല. ഇതല്ല. കുറച്ചു നേരം നിന്റെ അടുത്ത് നിന്ന് ശൃംഗരിച്ചിട്ടിരിക്കാന്ന് വെച്ചാൽ സമ്മതിക്കൂലല്ലേ നീ? ഇന്നലെ വൈകിട്ടേ 5 മണിക്ക് ഇവിടെ എത്തി. ഇപ്പൊ സമയം 9 മണിയായി. ഇതുവരെ ശൃംഗരിക്കാൻ തോന്നിയില്ലല്ലോ. ശൃംഗരിക്കാൻ ഒരു സമയമില്ല, അതങ്ങ് തോന്നുമ്പോ അങ്ങ് ശൃംഗരിക്കുന്നല്ലേ? എന്തോ കള്ളത്തരം ഉണ്ടല്ലോ അത്. പയ്യെ ഒരു കള്ള ലക്ഷണം. അനക്ക് പലതും തോന്നും. രാവിലെ ചെറിയാതെ പോവാൻ നോക്കണേ. അല്ല കളഞ്ഞു പോയെങ്കിൽ അല്ല കളഞ്ഞു പോയ പോലെ ഒരു ചുറ്റിക്കറങ്ങൽ. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അല്ല അളിയനായോണ്ടാണ്. പിന്നെ ഒരു കാര്യം, ഇത് അടയ്ക്കാൻ മരമാണ്, തേക്കല്ല. മുറിച്ച് വിറ്റുകളയരുത്. അതിന് വേറെ വല്ല മരം കണ്ടു വെച്ചിട്ടുണ്ടോ മുറിച്ച് വയ്ക്കാൻ? എടേ, അങ്ങനെ എന്തെങ്കിലും ഞാൻ മുറിച്ച് വിൽക്കുമ്പോൾ നിന്നെയും കൂടെ അറിയിക്കാം. അതിൻ്റെ ഒരു വിഹിതം നിനക്കൂടെ തരാൻ ഞാൻ. നമുക്ക് ഒരുമിച്ച് മുറിച്ച് വിൽക്കാം കേട്ടോ. ചൊറിയാതെ പോവാൻ നോക്കണേ ജോലിക്ക്. കയ്യിലെന്താ ഇരിക്കുന്നേ? കയ്യിലെന്താ? വിരള്. മറ്റേ കയ്യില? വിരള്. നിന്റെ കയ്യിലും അതൊക്കെ തന്നെ അല്ലേ? എന്റെ കയ്യിലും അതൊക്കെ ഉള്ളു. പക്ഷെ എന്റെ കയ്യിലിരിപ്പ് നല്ലതാ.
ചൂട് അല്ല ചൂടുള്ള ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവിടെ തേയിലപ്പൊടിയില്ല, പാൽപ്പൊടിയില്ല, ചായയില്ല. ഞാൻ അപ്പുറത്തുണ്ടായിരുന്നല്ലോ, എന്നെ കണ്ടില്ലേ? ഞാൻ എവിടെയൊക്കെ നോക്കി, പക്ഷേ ജമന്തിയെ കണ്ടില്ല. വാതിലും തുറന്നു കിടന്നേ. ഒരു ചായ കിട്ടോ? ചായ വേണോ? എന്നാ ക്ലീറ്റോ ചേട്ടൻ അപ്പുറത്തോട്ട് പോയിക്കോ, ഞാൻ അങ്ങോട്ട് ചായ ഇട്ട് വരാം. ക്ലീറ്റോ ചേട്ടാ, ചായക്ക് മധുരം വേണോ? ആവാം, കുഴപ്പമില്ല. ഓ ഈ അൻസാറിനെ കാണാനുമില്ല. ഓ സമ്പാദ്യം മുഴുവൻ കുഴിച്ചിട്ടേക്കണമെന്ന് പറയുമ്പോൾ അവനെയൊക്കെ ഒരു കാര്യത്തിന് വിളിച്ച ആ സമയത്ത് വരെയില്ല. ഇങ്ങനെ കുറെ കൂട്ടുകാരന്മാർ. ഓ കട്ട് ചെയ്തേക്കണം അവൻ, കട്ടി. അളിയാ, അളിയെ വിളിക്കണ്ട, ഞാൻ ഇവിടെ എത്തിയോണ്ടല്ലേ കട്ട് ചെയ്തത്. നീ ഇപ്പൊ എന്നെ മറിച്ചിട്ടല്ലോ അളിയാ. അതെ, വളരെ ഗൗരവമുള്ളൊരു കാര്യം ഞാൻ അളിയനോട് പറയാൻ പോവുകയാണ്. എന്ത്? വളരെ നിഗൂഢമായ രഹസ്യമാണ്. ഇതിപ്പോൾ ഞാനല്ലാതെ രണ്ടാമതൊരാൾ കൂടെ അറിയാൻ പോവുകയാണ്. നീ ഇത് വേറെ ആരോടും പറയരുത്. ഞാൻ പറയല്ല, അളിയ പറ. ഇതൊരു കത്തല്ലേ? ഇതാണ് മാപ്പല്ലേ? അളിയ, നിധി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുന്ന ഒരു മെഷീനുണ്ട്. അതൊന്നും വേണ്ട, നിധി ഇരിക്കുന്ന സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ചളിയാ. എങ്കിൽ പിന്നെ നമുക്ക് അങ്ങ് എടുത്തുകൂടിയത്. അത് എടുക്കാനെന്ന് പറഞ്ഞാൽ കനകൻ്റെ ബെഡിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. കനകൻ്റെ റൂമിലെ ബെഡിൻ്റെ അടിയിൽ. ശരി, പിന്നെന്താ കുഴപ്പം? അങ്ങ് എടുത്താൽ പോരെ? എടാ പൊട്ട, ജമന്തി അവിടെ ഉണ്ട്. അവൾ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെ എടുക്കും? അവൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റുള്ളിയാ. എന്തെങ്കിലും ഒരു മാർഗം ആലോചിച്ചിട്ട് പിടിയിട്ടല്ലേ ഉണ്ടല്ലേ. ജമന്തി ഓടിക്കുക ഒരു വകുപ്പുണ്ട്. എന്ത്? അവൾ അച്ഛൻ മരിച്ചു പോയെന്നൊക്കെ പറയണം. അത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പക്ഷേ എൻ്റെ അളിയ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കാത്ത? ഇത് ഏപ്രിൽ ഫൂളൊന്നും അല്ലല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നടരാജനെ വിളിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചെങ്കിൽ വരാൻ പറയാം. ആ ഓട്ടോറിക്ഷയിൽ തന്നെ നമുക്ക് ജമന്തിയെ കയറ്റി വിടാം. അപ്പം അച്ഛൻ മരിച്ചു എന്ന് പറയാല്ലേ? പിന്നെ പറ. അതെ, എൻ്റെ ജീവിതത്തിൽ ഒരു വഴി തെളിയുമെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ഞാൻ കേട്ടറിവേ ഉള്ളൂ. പക്ഷെ ഇപ്പം കർത്താവ് എൻ്റെ കൂടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അളിയ നമ്മൾ രക്ഷപ്പെട്ടു. അളിയൻ പറ. ഞാൻ പറയുന്നത് എങ്ങനെയാ? ഞാൻ പറയാല്ലേ? വിളിച്ച് പറയാളേ, പിള്ളിയാളിയാ. ജമന്തി, ജമന്തി, എന്തോ? ഒന്നെങ്കിൽ വന്നേ. എന്താ ക്ലീറ്റോ ചേട്ടാ? ഒന്നുമില്ല. എന്താ ഈ വിധി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കാർക്കും മുൻകൂട്ടി ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അത് വിധിയാണല്ലോ. എന്തു പറ്റി? തളരരുത്. എന്താ ക്ലീറ്റോ ചേട്ടാ, ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. മനസ്സിനെ പിടിച്ചു നിർത്തണം. അതെ, ആ വലി നിലച്ചു. എന്ത്? അല്ലെങ്കിൽ തന്നെ എത്രയെന്നും പറഞ്ഞ വലിച്ചു വലിച്ചു കിടക്കണല്ലേ. എന്താ, ഒന്ന് പറ കാര്യം. ജമന്തിയുടെ അച്ഛൻ പോയി. എനിക്കിപ്പോ ഒരു ഫോൺ വന്നു. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു മുറുക്കാൻ കടയുണ്ടല്ലോ, അവിടുത്തെ ആളാന്ന് പറഞ്ഞ എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. മോളെ തളരരുത്, മനസ്സിനെ പിടിച്ചു നിർത്തണം. അതെ, നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് റെഡിയാകും. നമുക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ വണ്ടി വരാൻ പറയാം. ഏട്ടനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഇപ്പൊ ഒന്നും നോക്കണ്ട. അയ്യോ, ഫോണൊന്നും നോക്കണ്ട, ഞാൻ വിളിച്ച് കനകനോട് പറയാം. മോള് റെഡിയായി വാ, പെട്ടെന്ന് വാ. അതെ, അവിടെ ചെന്ന് ഇങ്ങനെ കരഞ്ഞ് എല്ലാവരും വിഷമിപ്പിക്കരുത്. മോളാണ് ധൈര്യം കൊടുക്കാൻ. എല്ലാവരും ഉണ്ട്. വയ്ക്കോ വയ്ക്കോ. നടരാജനവിടെ ഓട്ടോ റെഡിയായി വരുമ്പോ ഓട്ടോ വരണം. വരും, കാര്യം നടക്കൂ. എനിക്ക് എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. അതെ, ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കണം. ഞാൻ എത്ര നേരം എവിടെ വായി നോക്കിക്കൊണ്ടെന്ന്. പിന്നെ പഴയ കൂട്ടുകാരെ സംസാരിച്ചു വിട്ടു. അയ്യോ, കൂട്ടുകാരനെ കൊണ്ട് സംസാരിക്കാം. നിന്നെ ജമന്തി
മോളെ അല്ല അല്ല ക്ലീറ്റോ ചേട്ടൻ പിന്നെ വരാം. ക്ലീറ്റോ ചേട്ടൻ തങ്കം ചേച്ചിയും കൂട്ടി അമ്മാവനെയൊക്കെ അറിയിച്ചിട്ട് എല്ലാവരും കൂടെ ഞങ്ങളങ്ങ് വന്നോളാം. പൂട്ടാ, അതൊക്കെ ഞാൻ പൂട്ടിക്കോളാം. മോള് ചെല്ല്, പെട്ടെന്ന് ചെല്ല്. ഇനിയിപ്പോൾ അവിടെ ആരും ഇല്ലാന്നുള്ളത്. അതെ, നേരെ തച്ചോട്ടാവും മലയും കീഴ് കേട്ടാ. അവിടെ ചെല്ലുന്ന വഴി പറഞ്ഞു എങ്ങോട്ട് തിരിയണ്ട, നേരെ വിട്ടാൽ മതി. ഇല്ല മോളെ, ആശ്വസിപ്പിക്കല്ലാരും കേട്ടോ, ഞങ്ങൾ എത്തിക്കോളാം. വിടാ 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 മോളെ, വരാം, പെട്ടെന്ന് വരാം. വിഷമിക്കല്ലേ, കരയല്ലേ കേട്ടാ. ആ പോട്ടെ പോട്ടെ പോട്ടെ. അതെ, ആരെങ്കിലും ഒരാളുടെ കണ്ണ് എപ്പോഴും വഴിയിലുണ്ടാവണം. ആരും വരില്ല, എങ്കിലും ആരെങ്കിലും വന്നാലോ. നമുക്ക് മരണത്തിന് പോകണ്ടേ? മരണത്തിന് പോയാലേ തിന്നാനൊന്നും കിട്ടില്ല. നമുക്ക് സഞ്ചയനത്തിനും അപ്പൊ ഇഡ്ഡലി സാമ്പാറും കഴിക്കാം. സന്ധ്യ 16 കൂടി അതെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള സ്ഥലം മാത്രം കുഴിക്കാം. അതേ പറ്റും. അവരെന്തായാലും വരാൻ വൈകുന്നേരമാവും. മരിപ്പ് ആ അടക്കം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരമാവും. ഒരു കാര്യം ചെയ്യാം, കട്ടിൽ ചരിച്ചു വയ്ക്കാം. അതായത് കന്നിമൂലയുടെ കിഴക്ക് പടിഞ്ഞാറ് ഇത്ര നടരാജ നോക്കെടുത്ത് വരച്ച് എന്തോന്നില്ല ഇത്. ഇവിടെ സംഭവം ഇവിടെ ഇത്രയും കുഴിക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് കുഴിക്കരുത്. അവർ പറഞ്ഞിട്ട് തിരിച്ച് അതുപോലെ നമുക്ക് സിമെന്റ് ചെയ്ത് വെക്കണം. നിനക്കറിയാലോ ഈ വളരെ ടൈൽസ് പണിക്കാരനല്ലേ. ഗ്രില്ല് പൂട്ടിയില്ല. ഞാനേ ഗ്രില്ല് പൂട്ടിയിട്ട് വരാം. നടരാജ ഹബീദാർ സമ്മതിക്കണം. ഇതല്ലേ ഇവിടെ എന്താ അതുകൊണ്ട് പൂട്ടിയിട്ടേ മരിപ്പിന് പോലായിട്ട് ഇറങ്ങുമായിരുന്നു. അകത്തുനിന്ന് വിട്ടിട്ട് ഞാൻ മരിച്ചതിന്റെ വിഷമത്തില് മറന്നു കളിയാ. ആര് മരിച്ചെന്ന് പറഞ്ഞ? ചെറുതിയുടെ അച്ഛൻ എങ്ങനെ വലിച്ചു കിടക്കല്ലായിരുന്ന കുറെ നാളായിട്ട്. ഞാൻ അളിയനെ വിളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു മരിപ്പ് പറയാനായിട്ട്. കൂട്ടി ജമന്തി മരണത്തിന് പോയില്ലേ? എന്തോ ക്ലീറ്റോ ചേട്ടാ ഇത് ജീവിച്ചിരിക്കുന്ന ആളെ പറ്റി മരിച്ചെന്ന് പറയുന്നത്? ക്ലീറ്റോ ചേട്ടന്റെ അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലാ? വെറുതെ തോന്നിയാസം പറയുന്നു. എന്താണ് ചെയ്യണത്? അവൾ നേരെ ഓഫീസിലേക്ക് വന്നത്, ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ഇരിപ്പുണ്ട് ആള്. ഈ അനാവശ്യം പറയുന്നതിനുണ്ടല്ലോ, അടിച്ചിന്റെ ചെവുക്കിൽ പിടിക്കുക വേണ്ടത്. ഇറങ്ങളിത് കളിയാ, അവന്മാര് പാവങ്ങളാ. അതെ അളിയാ, അളിയാ അവര് എന്ത് കാണിക്കും നിങ്ങളിവിടെ? അതെ അളിയാ, ആർക്കറിയാത്ത ഒരു രഹസ്യം ഞാൻ അളിയോട് പറയാൻ പോവാണ്. നമ്മുടെ ഈ വീടിൻ്റെ ഈ റൂമിൽ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ നിധി ഇരിപ്പുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട് എത്ര കോടി ഉണ്ടെങ്കിലും പകുതി കോടി അളിയനും പകുതി എനിക്ക്. നിന്നോട് ആരാ പറഞ്ഞത്? നിന്റെ അച്ഛൻ. അല്ല അവൻ്റെ ഒരു മാമൻ. എപ്പോ? ഞാനൊരു പട്ടാളക്കാരനായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അതിർത്തിയിൽ തോക്കൻ കുഴൽ ഇതാണോ നിധി? ഈ നിധി എന്തേ നമുക്ക് കിട്ടി?
എന്നിട്ട് ഈ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, അതെപ്പോ എടുത്ത് മോശമായിപ്പോ എൻ്റെ അടുത്തൊരു വാക്ക് പറയായിരുന്നു അളിയാ. എടുത്തിട്ട് ഇവിടെ ഞാൻ ഇതേ തട്ടിപ്പുറത്തിരിപ്പുണ്ട്. അച്ഛൻ്റെ പഴയ ട്രങ്ക് പൊട്ടി, അതിനകത്ത് അച്ഛൻ്റെ ഡ്രസ്സുണ്ട്, തൊപ്പിയുണ്ട്, കുറച്ച് പൈസയുണ്ട്. എന്നിട്ട് ആ പൈസ എവിടെ കളിയാ? ആ പൈസ എനിക്ക് ഒന്നും തന്നില്ലല്ലോ നിങ്ങൾ. ഇവിടെ ആ പൈസയിലെ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് അമ്മ എടുത്ത് കളഞ്ഞത്. പിന്നെ ഈ കത്ത് ഇതെന്നെ എവിടെ നിന്ന് കിട്ടി? തങ്കത്തിന്റെ അലമാരയുടെ മുകളിലത്തെ ഒരു ആ, അച്ഛന്റെ കൈപ്പടയുള്ള എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരെണ്ണം വേണമെന്ന് കരുതിയിട്ട് അവളെടുത്ത് വിളിച്ചു വെച്ചതാ. വെച്ചോ. ഓ, അപ്പൊ ഇത് ഇവിടുന്ന് കുഴിച്ചെടുക്കാൻ വേണ്ടിട്ട് എന്നെ മാറ്റാൻ വേണ്ടിട്ടായിരിക്കും അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞല്ലേ? തക്ക സമയത്ത് നമ്മളിവിടെ എത്തി. ഇതിലൂടെ കുഴിച്ച് കൊണ്ടുകൊണ്ടേനെ. എടാ നീ ഒരു ലോക തോൽവിയാണല്ലേ. ഇല്ലാത്ത നിധിയുടെ അന്വേഷിക്കുന്ന സമയം കൊണ്ട് ഉള്ളിടത്ത് പോയി അന്വേഷിക്കേ. അതെവിടെ നിധിയുള്ളത്? നമ്മുടെ പറമ്പിൻ്റെ ഏതോ ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ അച്ഛൻ നിധി ഒളിപ്പിച്ചിട്ടുണ്ട്. സത്യം, എനിക്കത് അന്വേഷിക്കുന്ന പോയല്ല, അതുകൊണ്ടാണ്. സത്യം സത്യം പാടാം. അത് ഏത് തെങ്ങിന്റെ മുട്ടിലേട്ടാ? അവിടെ ഒരു 10-25 തെങ്ങുണ്ട്. അതിലത്തിന് ആളെ വെച്ച് തലവെടുപ്പിക്കാനെങ്കിലേ ഒരുപാട് പൈസ ആവും. ഇതാകുമ്പോൾ ഈ 3 കിഴങ്ങന്മാരും കൂടെ പോയി കളച്ച് തള്ളിക്കോളും. Versus Alien.